നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ. എടി ശോശാമേ, ഇന്ന് അപ്പിടി താമസിച്ചല്ലേയോടി. എനിക്കാണെങ്കിൽ വൈകിട്ട് വരുന്നതായിരുന്നു സൗകര്യം. അത് പിന്നെ പറയാനുണ്ടോ? ജിയോ അച്ഛന്റെ കുർബാനയും ആരാധനയും കഴിഞ്ഞ് 8 മണിയാവാതെ വീട്ടിൽ വരാൻ ഒക്കത്തില്ലല്ലോ. എനിക്കും വൈകിട്ട് വരുന്നതായിരുന്നു സൗകര്യം. എന്റെ ശോശാമേ, എന്റെ കെട്ടിയോനാണെങ്കിൽ ചൂടുകഞ്ഞിയും ഉണക്കമീൻ ചമ്മന്തിയും രാത്രിയിൽ നിർബന്ധമാ. അത് ഞാൻ തന്നെ വിളമ്പി കൊടുക്കുകയും വേണം. ഇനി അങ്ങേര് കഴിക്കാൻ വരുന്ന സമയത്ത് എന്നെ എങ്ങാനും കണ്ടില്ലെങ്കിൽ പിന്നെ അതു മതി, എനിക്ക് കിടക്കപ്പൊറുതി കാണില്ല. അതല്ല പ്രശ്നം. വൈകിട്ട് കുർബാന കഴിഞ്ഞ് പള്ളി സെമിത്തേരിയിൽ കൂടെ വരുന്നത് ഓർക്കുമ്പോ പേടിയാണ്. രാത്രിയിൽ ആ പരിസരത്ത് നീലിയെ കണ്ടവരുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാനും ചിലതൊക്കെ കേട്ടായിരുന്നു. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? കർത്താവേ, കാത്തോളണേ. കവലയിലിരുന്ന് വർത്താനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. ആ പള്ളിപ്പറമ്പിൽ കൂടെ വേണമെങ്കിൽ പോകാൻ ഓർത്തിട്ട് തന്നെ കിടുകിട വിറക്കിയ. ആരാ? എവിടുന്നാ വരുന്നത്? ഞങ്ങളങ്ങ് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പാലമ്പറ നാട്ടിൽ നിന്നും വരുന്ന പള്ളി കമ്മിറ്റിക്കാരാ. ഞാൻ ടോമി നീറുവേലി, ഇടവക ട്രസ്റ്റിയാ. അദ്ദേഹം അട്ടാറം മക്കൾ ജോണിക്കുട്ടി, പുള്ളിക്കാരനും ഇടവക ട്രസ്റ്റിയാ. ഇത് ടോമിച്ചൻ വടക്കേ കാരക്കാട്ടിൽ പിതൃവേദിയുടെ പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് കത്തനാരെ ഒന്ന് കാണണം. കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു യക്ഷിയുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പേടിച്ചിട്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നീലി എന്നാണ് അവളുടെ പേര്. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? കത്തനാരെ കണ്ടാൽ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ ഇടവകയിലല്ലേ ഇപ്പം പെരുന്നാൾ നടക്കുന്നത്? അങ്ങോട്ടാണെന്ന് പറഞ്ഞാണല്ലോ കത്തനാര് പോകുന്നത്. എന്നാ ജോണിക്കുട്ടി, നമുക്ക് ധൈര്യമായിട്ട് തിരിച്ചു പോകാം. സഹൃദയരെ, കലാസ്നേഹികളെ, ഗത്സമേൻ ഇടവകയൊരുക്കുന്ന ഗത്സമേൻ കലാസന്ധ്യയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടികൾ ഉടൻ ആരംഭിക്കുകയാണ്. ആദ്യമായി സെന്റ് സെബാസ്റ്റ്യൻസ് ടീം അവതരിപ്പിക്കുന്ന ഒരു മിന്നും പ്രകടനം. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാവീത്ത് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാവീത്ത് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. കണ്ണിൽ കർപ്പൂര ദീപമോ, ശിവല്ലി വാക്കിൽ കല്യാണി രാഗമോ,
പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അമ്മതൻ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലും നിൽക്കണേ, കണ്ണിരുമാച്ചിടണേ, ഒരു താരാട്ടു പാടിടണേ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം, അതിനർത്ഥം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രവാസം കിട്ടുകയില്ല. Praise the Lord. Amen. യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. മതിയായവനേ മൽപ്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ. മതിയായവനേ മൽപ്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ. ഉമ്മലയും നീയല്ലേ പിന്മലയും നീയല്ലേ, ഹല്ലേലൂയ പാടി നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ. സിയോൻ മണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയും ജീവന്റെ നാഥൻ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. മഹാമാന്ത്രികൻ കീർത്തിതൻ സഹയാത്രികൻ ഗണമറ്റത്തു കർത്തനാ 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 കർത്തനാ. വിദ്യയോ അതോ സത്യമോ?
കങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ. കത്തനാരും വന്നു. നീലിയുടെ കാര്യത്തിനൊരു തീരുമാനവുമായി. നമുക്കിനി നീലിയെ പേടിക്കാതെ ജീവിക്കാം. മല പോലെ വന്നത് എലി പോലെ പോയി. എടാ മക്കളെ, നിങ്ങൾ എന്തിനാ പേടിച്ച് മാറി നിൽക്കുന്നത്? അടിച്ചു കേറി വാ, നമുക്ക് അടിച്ചു പൊളിക്കാം.